ഒരു കഥ പറയാം. കഥയല്ല, നടന്ന സംഭവം. ധനലക്ഷ്മി ബാങ്കിൽ 17 വർഷമായിട്ട് ഒരു ചെറുപ്പക്കാരൻ ജോലി ചെയ്യുകയാണ്. അയാളുടെ ഭാര്യയ്ക്കും ധനലക്ഷ്മി ബാങ്കിലാണ് ജോലി. ശ്രീകുമാർ എന്നാണോ പേര് പറയാം. അപ്പോൾ ബാങ്ക് പിന്നീട് ഒരു പരാതി കിട്ടിയനുസരിച്ച് ഈ ചെറുപ്പക്കാരൻ്റെ വിദ്യാഭ്യാസ യോഗ്യത പരിശോധിക്കുന്നു. തമിഴ്നാട്ടിലെ ഒരു സർവകലാശാലയിൽ നിന്ന് ബിരുദം കിട്ടിയെന്നാണ് പറയുന്നത്. പക്ഷേ ആ സർവകലാശാലയുടെ ബിരുദ സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കുമ്പോൾ, ഡിഗ്രി സർട്ടിഫിക്കറ്റ് നോക്കുമ്പോൾ അതിൽ ഒപ്പിട്ടിരിക്കുന്നത് ചാൻസലറാണ്. ഇന്ത്യയിൽ ഒരു സർവകലാശാലയിലും, പ്രത്യേകിച്ച് ആ സർവകലാശാലയിൽ ഒരു സർട്ടിഫിക്കറ്റും ചാൻസലർ ഒപ്പിട്ടിടാറില്ല. വൈസ് ചാൻസലറാണ് ഒപ്പിടുന്നത്. സംശയം വന്നു, പരിശോധിച്ചു. വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാണ് 17 വർഷം മുമ്പ് റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണത്തിലുള്ള ധനലക്ഷ്മി ബാങ്കിൽ ജോലി നേടിയത്. പ്രശ്നമായി. 17 വർഷക്കാലം കൊണ്ട് വാങ്ങിയ 3.5 കോടി രൂപ തിരിച്ചടയ്ക്കണം എന്നാവശ്യപ്പെട്ടു. ധനലക്ഷ്മി ബാങ്കാണോ ഫെഡറൽ ബാങ്ക്? ധനലക്ഷ്മി ബാങ്ക് എന്താണ് എൻ്റെ അറിവ്. അങ്ങനെ തിരിച്ചടയ്ക്കണമെന്നാവശ്യപ്പെട്ടു. ഒരാൾ കോട്ടയത്ത് നിന്ന് ചങ്ങനാശ്ശേരി കഴിഞ്ഞ് യാത്ര ചെയ്യുമ്പോൾ ഉള്ള ആദ്യത്തെ നഗരത്തിൽ ഭാര്യയും, തൊട്ടടുത്ത നഗരത്തിൽ ഭർത്താവും ജോലി ചെയ്യുന്നു. തിരുവല്ലയും ചെങ്ങന്നൂരും. പെരുന്നയിലെ ധനലക്ഷ്മി ബാങ്കിലും ജോലി ചെയ്തിട്ടുണ്ട്. ക്രിമിനൽ കേസ് എടുക്കുകയും വേണം. കാരണം വ്യാജ രേഖ ഉണ്ടാക്കി ജോലി വാങ്ങുക എന്ന് പറഞ്ഞാൽ ക്രിമിനൽ കുറ്റമാണ്. 3.5 കോടി രൂപ 17 വർഷക്കാലത്തെ ശമ്പളം അടയ്ക്കുകയും വേണം. ബാങ്ക് ഇത്തരം നടപടികളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ കേരളത്തിലെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന സമിതിയുടെ അധ്യക്ഷൻ, ബാക്കി പിന്നെ പറയാം, വിളിച്ചിട്ട് പറയുന്നു, നടപടി എടുക്കരുത്, നടപടി എടുത്താൽ ഞങ്ങൾ അവിടെ ബാങ്കിൽ ഇട്ടിരിക്കുന്ന കോടിക്കണക്കിന് രൂപ പിൻവലിക്കും. ബാങ്കിൻ്റെ അധികൃതർ ഒന്നും വരണ്ടോ. അതുകൂടാതെ അവർ പറഞ്ഞു, ഈ പറഞ്ഞ ആളുകൾക്കെതിരെ ക്രിമിനൽ നടപടി എടുക്കാനും പാടില്ല, ക്രിമിനൽ പ്രൊസീഡിങ്സ് എടുക്കാനും പാടില്ല. ബാങ്ക് വിഷമത്തിലായി. ബാങ്ക് നടപടിയെടുത്തില്ല. അപ്പോൾ ഈ പറയുന്ന ചെറുപ്പക്കാരൻ്റെ അമ്മായിയച്ഛൻ സഹായം തേടിയതുകൊണ്ടാണ് സംസ്ഥാനത്ത് ഒരു മന്ത്രിയും ഒരു ഉത്തരവാദപ്പെട്ട സ്ഥാപനത്തിൻ്റെ പ്രസിഡൻറ്റും ബാങ്കിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകളെ ഭീഷണിപ്പെടുത്തിയത്. അതിൻ്റെ ഫലമുണ്ടായി. അവർ കേരള സർക്കാരിനെ നിർലോഭം പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് ഈ അമ്മായിയച്ഛൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നാണ് കഥ. ഈ കഥയിലെ കേന്ദ്രബിന്ദു പറയാം, കഥയാണ്, അല്ലെങ്കിൽ കഥ പോലെ ഇരിക്കട്ടെ, ഇല്ലെങ്കിൽ അവർ നിഷേധിക്കട്ടെ, നമുക്ക് തിരുത്തി ചെയ്യാം. ഇതിലെ കേന്ദ്രബിന്ദു എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരാണ്. സുകുമാരൻ നായരുടെ മകളുടെ ഭർത്താവാണ് ഈ ധനലക്ഷ്മി ബാങ്കിൽ വ്യാജ രേഖ ഉണ്ടാക്കി 17 വർഷം മുമ്പ് ജോലി നേടിയത്. സുകുമാരൻ നായരുടെ മകളും മരുമകനും ഈ സംഭവത്തെ തുടർന്ന് ബാങ്കിൽ നിന്ന് രാജിവെച്ചു. ഇത് അത്യാവശ്യം ഈ കഥ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അതേ തുടർന്ന് ധനലക്ഷ്മി ബാങ്ക് ശമ്പളം തിരിച്ചു പിടിക്കാതിരിക്കാനും ക്രിമിനൽ കേസ് കൊടുക്കാതിരിക്കാനും വേണ്ടി ധനലക്ഷ്മി ബാങ്കിനെ വിളിച്ച് സംസാരിച്ചത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തും ദേവസ്വം മന്ത്രി വാസവനുമാണെന്നും ആക്ഷേപം ഉയരുന്നുണ്ട്. ഇങ്ങനൊരു കഥ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സമദൂര സിദ്ധാന്തത്തിൽ നിന്ന് പിന്മാറി സുകുമാരൻ നായർ ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണച്ചത് എന്ന് പറയുന്നു. തിരുവല്ല, ചെങ്ങന്നൂർ ഭാഗത്തുള്ള പല NSS കരയോഗങ്ങളുടെ മുന്നിലും സ്വന്തം കുടുംബത്തിന് വേണ്ടി സമുദായത്തെ ഒറ്റിയ ജനറൽ സെക്രട്ടറി എന്ന പേരിൽ ഫ്ലെക്സ് ബോർഡുകളൊക്കെ വന്നിട്ടുണ്ട്. ഇത് പ്രചരിപ്പിക്കുന്നത് NSS കരയോഗവുമായി ബന്ധപ്പെട്ട ആളുകളാണ്, നായന്മാരാണ്. ഇതിൽ വല്ല വാസ്തവമുണ്ടോ? കേട്ടായിരുന്നു ഇങ്ങനെ ഒരു കഥ? ഞാൻ കേട്ടിരുന്നു. ചെറിയ വ്യത്യാസമുണ്ട് കഥയില്. കഥ പറഞ്ഞു വരുമ്പോൾ കഥ മാറിപ്പോവും. എന്തായാലും ഇതിൻ്റെ അകത്ത് എന്തോ ഒരു സബ്സ്റ്റൻസ് ഉണ്ട്. ഞാൻ കേട്ട കഥ. പക്ഷേ ഈ മരുമകൻ രാജിവെച്ചു എന്നുള്ള വാർത്ത പത്രങ്ങളിൽ വന്നിരുന്നു. അതൊക്കെ വന്നിരുന്നു. അപ്പോൾ ഈ പത്തനംതിട്ടയിലും മറ്റേ കട്ടപ്പ എന്ന് പറഞ്ഞിട്ട് പിന്നിൽ നിന്ന് കുത്തുന്ന പോസ്റ്റർ കരയോഗ മന്ദിരത്തിന്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. സമുദായത്തെ പിന്നിൽ നിന്ന് ബാഹുബലി കട്ടപ്പ പിന്നിൽ നിന്ന് കുത്തുന്ന. അതെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കേസിന്റെ അകത്ത് ഒരു പിടുത്തം കേരള സർക്കാരിന്റെ കയ്യിൽ വന്നു. കാരണം ഈ കേസിൽ നിന്ന് ഒഴിവാക്കേണ്ട ഘട്ടം വന്നപ്പോൾ നമ്മുടെ ഭരണത്തിലിരിക്കുന്നവർക്ക് ഒരു പിടി വന്നു. ഈ പിടി വന്നു. മണിച്ചേട്ടന്റെ മുകളിൽ
പിന്നെ മണിച്ചേട്ടൻ പെട്ടു, മണിച്ചിത്ര താഴിട്ട് പൂട്ടി എന്നുള്ള എന്നാണ് പ്രചാരണം. നമ്മൾ പറയുന്നതല്ല. അതെ, നമുക്കറിയില്ലല്ലോ ഇതൊന്നും. നമ്മള് കരയോഗം പ്രസിഡന്റുമാരും യൂണിയൻ പ്രസിഡന്റുമാരും അല്ല, നമ്മളെ അങ്ങനെയല്ല. എന്നെ ഒരു NSSുമായി ബന്ധപ്പെട്ട പല ആളുകളും വിളിച്ചിരുന്നു, ഇങ്ങനൊരു കഥയുണ്ടെന്ന് പറഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞു. അതെ. പക്ഷെ ഇപ്പോൾ ഈ പോസ്റ്റർ കരയോഗങ്ങളുടെ വാതിക്കെ വന്നതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളിതേക്കുറിച്ച് സംസാരിക്കുന്നത്. മാത്രമല്ല, നയം മാറ്റം ഉണ്ടല്ലോ. ഈ സുകുമാരൻ നായർ സർക്കാരിന് ഭയങ്കരമായിട്ട് പ്രശംസിക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ പ്രശംസയുടെ പിന്നിൽ കോൺഗ്രസിനെ തള്ളുന്നുണ്ട്. പ്രശംസയുടെ കാരണമായിട്ട് പല ആളുകളും പറയുന്നത്, ഇന്ന് ഞാൻ ഫേസ്ബുക്കിൽ നമ്മുടെ ഒരു സുഹൃത്തിന്റെ പോസ്റ്റ് കണ്ടതേ, അദ്ദേഹത്തിന് ഇത് അറിയാഞ്ഞിട്ടായിരിക്കും, അദ്ദേഹം വിദേശത്താ. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, കോൺഗ്രസ് ഇനി അധികാരത്തിൽ വരുമ്പോൾ ഇതിന്റെ നിയന്ത്രണം മുസ്ലിം ലീഗിലായിരിക്കും എന്ന് സുകുമാരൻ നായർക്ക് അറിയാം. അതുകൊണ്ടാണ് സുകുമാരൻ നായർ ഇപ്പൊ ഇടതുപക്ഷത്തിന്റെ കൂടെ എന്നൊക്കെ പറഞ്ഞ്. ഇതൊക്കെ മണ്ടന്മാരായിരിക്കണം ഇതൊക്കെ വിശ്വസിക്കാൻ. കാരണം ഈ സംഘടനകൾ എന്തുകൊണ്ട് മറ്റേ സംഗമത്തിന് പോയി? അണികളില്ലല്ലോ. ഇവര് വിളിച്ചാൽ അണികൾ പോകാനും പോവില്ല. അണികൾക്കൊക്കെ ഇത് അത്യാവശ്യം മനസ്സിലായിട്ടുണ്ട്. അത് മാത്രമല്ല, പതിവിൽ നിന്ന് വ്യത്യസ്തമായി സംഗീതിനെയാണ് ഈ അനുകൂല സ്റ്റേറ്റ്മെന്റ് ഇറക്കാൻ പറഞ്ഞത്. എന്നിട്ട് പിന്നെ പറഞ്ഞു അത് സംഗീതിന്റെ സ്വന്തം അഭിപ്രായമാണെന്ന് പറഞ്ഞു. അതെ. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ സർവീസ് എന്ന് പറഞ്ഞ പ്രസിദ്ധീകരണമില്ലേ, നമ്മുടെ മാടവന ബാലകൃഷ്ണപിള്ളയാണ് അതിൻ്റെ എഡിറ്റർ. അതുമായിട്ട് ബന്ധപ്പെട്ട് കേൾക്കാം. പിന്നെ കന്യാകുമാരിയിൽ ഒരു സ്ഥലമിടപാടിൻ്റെ പ്രശ്നമുണ്ടല്ലോ, വിൽക്കാൻ പാടില്ലാത്ത സ്ഥലം NSS വിറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. അങ്ങനെയാണ് തിരുവനന്തപുരത്ത് കരയോഗത്തിലെ പല ആളുകളും ഇതുമായിട്ട് അകന്ന് നിൽക്കാനൊക്കെ ഇടവന്നത്. പൊതുവെ ഒരു ഇംപ്ലോഷൻ എന്ന് പറഞ്ഞാൽ അകത്ത് നിന്ന് ഒരു പൊട്ടിത്തെറി ഏത് സമയത്തും ഉണ്ടാകാന്നുള്ള അവസ്ഥയിലാണ്. അല്ല, ഈ ശബരിമല നാമജപ ഘോഷയാത്ര നടക്കുമ്പോൾ CPMകാരുടെ ഇഷ്ടിക കൊണ്ടുള്ള ഏറിൽ 2 പേർ മരിച്ചിട്ടുണ്ട്. അതിൽ അവർ നായർ സമുദായത്തിൽപ്പെട്ടവരാ. അതെ. അപ്പോൾ അന്നത്തെ സംഗതി ഇങ്ങേര് പറയുന്ന വിചിത്രമായൊരു വാദം, സർക്കാരിന് വേണമെങ്കിൽ അവിടെ യുവതികളെ കയറ്റാമായിരുന്നില്ലല്ലോ. വലിയ കാര്യമായിട്ട് പറയുന്നു. എങ്ങനെ കയറ്റാനാണ് അല്ലേ? കോടതിയിൽ കേസ് കിടക്കുന്നു, ഇത് വേണ്ടാന്ന് വെച്ചു. അയ്യപ്പൻ ചോദിച്ചു, മറ്റേ സീറ്റ് കിട്ടിയില്ല. ലോക്സഭാ സീറ്റിൽ ഒരെണ്ണം വെച്ച് ആരിഫിൻ്റെത് ചോദിച്ചു, ഒന്നും കിട്ടിയില്ല. അപ്പൊ ഇവരൊക്കെ കേസുള്ള ആളുകളൊക്കെ കീശയിലിരിക്കട്ടെ എന്നല്ലേ വെക്കുക. സമുദായ നേതാക്കൾ പല ആളുകളും ഇങ്ങനെയാണ്. ഇതൊന്നും അല്ലാത്ത ചില കേസുകൾ ഞാൻ കേട്ടിട്ടുണ്ട് മുമ്പ്. ഒരു ഇവിടെ തട്ടുങ്കൽ എന്ന് പറഞ്ഞിട്ടൊരു ബിഷപ്പ് തട്ടുങ്കൽ നേരത്തെ ഈ രക്തകുർബാന സോണിയ എന്ന് പറയുന്ന സ്ത്രീയുടെ രക്തം അങ്ങനെ അദ്ദേഹത്തെ ബിഷപ്പ് സ്ഥാനത്തൊക്കെ മാറ്റി, എമിറേറ്റ്സ് എന്തൊക്കെ ആക്കി മാറ്റി. പുള്ളിയെ ഇറ്റലിയിലേക്ക് മറ്റും പറഞ്ഞു. എനിക്കറിയാം. ഈ തട്ടുങ്കല് പെട്ട ഒരു പെടലില്ലേ, ഇതുപോലെയും പെട്ടിട്ടുണ്ട് ഈ ഒരു പെരുന്ന കഥാപാത്രം. ഞാൻ പേര് പറയില്ല. ഈ പെരുന്ന കഥാപാത്രം ഒരാൾ പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരമുണ്ട്. കാരണം ഇവര് മുംബൈ ഭാഗത്തുമൊക്കെ കുറെ സ്ഥലമൊക്കെ മേടിപ്പിച്ചു. ഈ കുർബാനയൊക്കെ നടത്തി, രക്തകുർബാന, ഇതിലൊക്കെ പെട്ട് ഒരു പിടി അവരുടെ കയ്യിലും ഉണ്ട് എന്ന് പറഞ്ഞിട്ടും ഈ ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ വല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ. നായന്മാരൊന്നും ഈ കഥാപാത്രത്തിന്റെ കൂടെ ഇപ്പൊ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അടുത്ത ഇടയ്ക്ക് മണിച്ചേട്ടൻ വീണ് കാലിന് പരിക്കൊക്കെ പറ്റിയിരുന്നു, അറിഞ്ഞിരുന്നോ? അങ്ങനെയും കേട്ടിരുന്നു. അപ്പോൾ താഴെ വന്നിട്ട് മുമ്പ് ഇദ്ദേഹത്തിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന, ഇദ്ദേഹത്തിന്റെ പഴയ കഥയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ തിരുവനന്തപുരമൊക്കെ ഉണ്ടായിരുന്ന കാലത്തും ഒക്കെ ഉള്ള പശുക്കളും. എനിക്ക് ഒരുപാട് അടുപ്പം ഉണ്ടായിരുന്ന ആളാണ് സാർ പണിക്കരിയേട്ടൻ. എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിന്റെ അവസാനത്തെ ബജറ്റ് സമ്മേളനം ഉണ്ടല്ലോ പെരുന്നില്ല, അത് കഴിയുമ്പോൾ പത്രസമ്മേളനം നടത്തുന്നപ്പോൾ വലതുവശത്തൊരു നീല ഷർട്ടിട്ട് ഞാൻ നിൽപ്പുണ്ട്. ഇപ്പൊ ഞാൻ കോട്ടയത്ത് ജോലി ചെയ്യുന്ന കാലത്ത് പണിക്കരിയേട്ടൻ മറ്റേ വാർഷികമൊക്കെ നടക്കുമല്ലോ, പത്മ സുബ്രഹ്മണ്യം വന്നിട്ട് ഭരതനാട്യമൊക്കെ കളിക്കുന്ന, അതിനൊക്കെ പ്രത്യേക പാസമൊക്കെ തരും. അങ്ങനത്തെ പരിപാടികളൊക്കെ ഇപ്പൊ അങ്ങനത്തെ കലാപരിപാടികളൊന്നും നടക്കുന്നതായിട്ട് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ നായന്മാരെ വെച്ചിട്ടുള്ള രാഷ്ട്രീയ കളി ഇനി അധികകാലം, ഒന്നാമത് ഈ പിടുത്തം ഈ ഭരണകൂടം പിടിച്ചിരിക്കുന്നത് കൊണ്ട്
ഭരണകൂടത്തിന് വലിയ ഗുണം ഉണ്ടാവുമെന്നും തോന്നുന്നില്ല. ഉം. കാരണം ഇതിപ്പോ എല്ലാവരും ആളുകളില്ല, നേതാവ് മാത്രമേ ഉള്ളൂ. മകളെ നിനക്ക് വേണ്ടി എന്ന് പറഞ്ഞൊരു അച്ഛൻ ജീവിക്കുകയാണ് എന്നാണ് സമുദായം പറയുന്നത്. അതെ. ഇപ്പോൾ ഞാനത് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് പണിക്കരേട്ടനെ കുറിച്ച് ഓർക്കുകയാണ്. ഞാൻ അദ്ദേഹം വയ്യാതെ കിടക്കുമ്പോൾ ഞാൻ വാഴപ്പള്ളിയിലെ വീട്ടിൽ പോകുമായിരുന്നു. ആ റോഡ് സൈഡിലുള്ള വീട് അറിയാം, ഇങ്ങനെ പഴയ ഇത് അടികൾ പോലെയൊക്കെ ഉള്ള വീട്. അവിടെ ചെല്ലുമ്പോൾ ചെന്ന് കണ്ട് എന്നെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനാണ്. നീ വന്നോ, ഇരിക്ക് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്ത് കഴിച്ചു? അരമുറി ദോശ തിന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, കഴിക്കണ്ടേ? എന്തിനാ കുഞ്ഞെ കഴിക്കുന്നത്? എന്തിനാ? ആർക്കും വേണ്ട എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എനിക്കൊരു ആഗ്രഹമുണ്ട്. അവിടെ ജനറൽ സെക്രട്ടറിയുടെ മുറിയുടെ പുറയിൽ ഒരു ഡെസ്ക് ഉണ്ട്. ഞാൻ ഉച്ച കഴിഞ്ഞൊക്കെ ഊണൊക്കെ കഴിഞ്ഞിട്ട് NSSൻ്റെ ജനറൽ സെക്രട്ടറി ഒന്ന് കിടക്കുന്നത് ആ ഡെസ്കിലാണ്. ആ ഡെസ്കിൽ ഞാൻ കിടക്കുമായിരുന്നു. അവിടെ ഒന്ന് പോകണം. അത് അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞില്ല. പണിക്കരേട്ടൻ അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. അവിടെ ചെല്ലണം. പണ്ട് കിടന്നിരുന്നത് ആ ഡെസ്കിൽ ഒന്ന് കിടന്ന് ഉച്ചമയക്കത്തിന് കിടക്കണം എന്ന് പറയുന്ന ഒരു ജനറൽ സെക്രട്ടറി ഉണ്ടായിരുന്നു. അതെ. അപ്പോൾ പഴയൊരു കഥ ഞാനും പറയാം. KP രാമേന്ദ്രൻ നായർ എന്ന് പറഞ്ഞൊരു മന്ത്രി ഉണ്ടായിരുന്നില്ലേ, ആരോഗ്യമന്ത്രിയൊക്കെ, NDP എന്ന് പറഞ്ഞിട്ട് രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്ന കാലത്ത്, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഏതോ ഒരു കോളേജിൽ മറ്റൊരു അഡ്മിഷൻ്റെയോ മറ്റേ ശുപാർശയ്ക്ക് ഒരാൾ പോയി. ഒരു നായർ, രാമേന്ദ്രൻ നായരുടെ അടുത്ത് ആലപ്പുഴയിൽ പോയി കഴിഞ്ഞപ്പോൾ രാമേന്ദ്രൻ നായർക്ക് ഈ നേതാക്കളോടൊക്കെ, പെരുന്നേല് നേതാക്കളോടൊക്കെ അകൽച്ചയും പുച്ഛമായിരുന്നു. അപ്പൊ അന്ന് പണിക്കരേട്ടനാണ് സെക്രട്ടറി. പക്ഷെ പണിക്കരേട്ടനേക്കാൾ കൂടുതൽ പവർഫുൾ ആയിട്ട് ഈ മണിച്ചേട്ടൻ, സുകുമാരൻ നായർ ആ കാലത്ത് നിലകൊള്ളുന്നുണ്ട്. മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ആളാണ്, അസിസ്റ്റന്റ് സെക്രട്ടറിയാണ്. അതെ. അപ്പൊ രാമേന്ദ്രൻ നായർ ഈ ചെന്നയാളോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, അങ്ങേര് അവിടെ ചെന്നിട്ട് പണിക്കരേട്ടനെ ഒന്ന് കാണും. പണിക്കരി ചേട്ടന് ഇത് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അവിടെ മണിച്ചേട്ടൻ എന്ന് പറഞ്ഞ ഒരാളാണ്. പണിക്കരേട്ടനാ സെക്രട്ടറി. പണിക്കരി ചേട്ടന് അദ്ദേഹത്തിന് വലിയ സ്വാധീനമാണെന്ന്. മണിച്ചേട്ടൻ്റെ അടുത്ത് പണിക്കരേട്ടൻ്റെ സ്വാധീനം. ഏതായാലും ഇപ്പോൾ ഈ പറയുന്ന കഥ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് കരയോഗത്തിലെ നല്ല ഒന്നാന്തരം നായന്മാരാണ്. നമ്മളെയൊക്കെ വിളിച്ച ആളുകൾ പറയുന്നത്, നിങ്ങൾ ഇതൊന്ന് പറയൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് 2 ആഴ്ച മുമ്പ് ഈ അയ്യപ്പ ആഗോള സംഗമം, അഖില കേരള ആഗോള അയ്യപ്പ സംഗമം അത് അനൗൺസ് ചെയ്ത് അങ്ങനെയാണ്. അതിൻ്റെ തീരുമാനം വരുമ്പോൾ തന്നെ ആളുകൾ വിളിച്ച് പറയും, ഇതൊന്നും പറഞ്ഞാൽ നിങ്ങളല്ലാതെ ആരും പറയില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഇത് നമ്മളെങ്ങനെയാണ് പറയുക, നമുക്കിതേക്കുറിച്ചൊരു ധാരണയില്ല. പക്ഷേ ഒരുപാട് പേർ പല സ്ഥലത്ത് നിന്ന് കരയോഗങ്ങളിൽ നിന്ന് വിളിച്ച് പറയുമ്പോൾ അവർ നമ്മുടെ പ്രേക്ഷകരായിട്ടുണ്ട്. അവർ പറഞ്ഞ കഥ നമ്മൾ പറയുകയാണ്. ഇതിൻ്റെ വാസ്തവം നമുക്കറിയില്ല, ഇത് തെറ്റായിരിക്കാം, ശരിയായിരിക്കാം, അതിൻ്റെ നിജസ്ഥിതി പക്ഷേ എന്താണെന്ന് ബോധ്യപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്തം NSSൻ്റെ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറിക്ക് ഉണ്ട്. കാരണം അദ്ദേഹത്തെക്കുറിച്ചാണ്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ചാണ്, മകളെക്കുറിച്ചാണ്, മരുമകനെക്കുറിച്ചാണ് ഇങ്ങനൊരു ട്രാപ്പിൽ അദ്ദേഹത്തെ പെടുത്തിയിരിക്കുന്നു എന്നുള്ള കഥ വല്ലാതെ പ്രചരിക്കുന്നുണ്ട്. അത് അദ്ദേഹം അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും സുജാത അയ്യപ്പനെ പറ്റി സർവീസ് മാസികയിൽ ലേഖനങ്ങളൊക്കെ എഴുതുന്നുണ്ട്. അത്രയും നല്ലത്. അദ്ദേഹം വിശദീകരിക്കട്ടെ അല്ലേ? കാരണം അല്ലെങ്കിൽ ഈ കഥ ഇങ്ങനെ കരക്കമ്പി പടർന്ന് അത് സമുദായത്തിന് നല്ലതല്ല. കാരണം മന്നത്ത് പത്മനാഭനെ പോലെയൊക്കെ വലിയ സ്റ്റേച്ചറുള്ള ആളുകളൊക്കെ ഭരിച്ചിരുന്ന ഇതാണ്. കിടങ്ങൂർ ഗോപാലകൃഷ്ണൻ പിള്ളയൊക്കെ ഹൈക്കമ്മീഷണർ സിംഗപ്പൂര് അതങ്ങോട്ട് അയച്ചതാണ്. അതോടെ കടപൂട്ടിപ്പോയി. അപ്പോൾ ഏതായാലും ഇത്തരം കഥകൾ ഒരുപക്ഷെ ഈ നമ്മളെക്കുറിച്ച് ഒരാൾ അപവാദം പറഞ്ഞാൽ ഏറ്റവും അവസാനം അറിയുന്നത് നമ്മളായിരിക്കും എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ NSSൻ്റെ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി ഇത് അറിയുന്നുണ്ടായിരിക്കില്ല. ഇങ്ങനെ അങ്ങയെക്കുറിച്ച്, അങ്ങയുടെ കുടുംബത്തെ ചേർത്ത് ഒരു കഥ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. അതിന് തടയിടാൻ ഒരു ക്ലാരിഫിക്കേഷൻ പുറപ്പെടുവിച്ചാൽ നല്ലതായിരിക്കും. അത് മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തതിൻ്റെ ഉദ്ദേശം. അദ്ദേഹത്തിൻ്റെ നന്മയാണ് നമ്മുടെ താല്പര്യം. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.